ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മലബാറിലെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് യൂനസ് മാസ്റ്ററുടെ ഓർമ്മ ദിനത്തിൽ സാംസ്കാരിക സമ്മേളനവും ആദരവും 1/8/2025 തിരൂർ ലളിതകലാ സമിതിയിൽ സംഘടിപ്പിച്ചു. സ്റ്റേജ് കലാകാരന്മാരുടെ സംഘടനയായ സവാഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് രക്ഷാധികാരി കൂടിയായിരുന്ന ഉസ്താദ് യൂനസ് മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഒരുക്കിയത്. മാഷിന്റെ ശിഷ്യൻ AV മനോജ് കുമാറിന് ഉപഹാരം നൽകി ആദരിച്ചു. സാംസ്കാരിക സമ്മേളനം സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. സവാഗ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബദറുദ്ദീൻ PT അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി അശോകനയ്യാട്ട് സ്വാഗതം പറഞ്ഞു. സെൽറ്റി തിരൂർ, ഫിറോസ് ബാബു, മുസ്തഫ PM, ഈശ്വർ തിരൂർ, TP ചന്തു മാസ്റ്റർ, മണികണ്ഠൻ ഇടമന, മുഹമ്മദ് ഹനീഫ, നൌഷാദ് ഷാ, KT മുഹമ്മദ് പട്ടർ നടക്കാവ്, മണി കൈമലശ്ശേരി, ജോയി വിൻസെന്റ്, പാറപ്പുറത്ത് ന്യൂട്ടി, സൈനുദ്ദീൻ EK, അബു മുട്ടക്കാട്, ബീരാൻകുട്ടി, ഹസൻ കുത്തുകല്ല്, കുമാരൻ CK, ഖദീജ യൂനസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കലാകാരന്മാരോടൊപ്പം വേദി പങ്കിടാനും ഒരുപാട് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു മഹാനായ ഒരു സംഗീത പ്രതിഭയാണ് ഉസ്താദ് യൂനസ് മാഷ്. ഒപ്പം ജീവിച്ച ഒരുപാട് ആളുകൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കും. നമ്മൾ ആ ഒരു സുദിനത്തിൽ നമ്മൾ അദ്ദേഹത്തിന് ശിഷ്യരിൽ വളരെ പ്രശസ്തനായിട്ടുള്ള മനോജ് കുമാർ AV, മനോജ് ചമ്രവട്ടം, അദ്ദേഹം കേരളത്തിലുടനീളവും കേരളത്തിന് പുറത്തും വിദേശത്തും പരിപാടികൾ അവതരിപ്പിച്ചു വരുന്ന വലിയൊരു കലാകാരൻ. സൈലൻ്റായിട്ട് ഒന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയാമെന്നല്ലാതെ മറ്റു സംസാരങ്ങളൊന്നുമില്ല. ഒരു യോഗത്തിന് വന്നാൽ അവിടെ ഒരു മൂലക്കിരിക്കും. കൂടെ അദ്ദേഹത്തിൻ്റെ ഭക്തിയും ഉണ്ടാവും. അവരെ രണ്ടുപേരും ഒന്നിച്ചല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഓർമ്മദിനത്തിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം. പിന്നെ അതുമാത്രമല്ല, മാഷുടെ പ്രധാന ശിഷ്യരായിട്ടുള്ള പ്രധാന ശിഷ്യന്മാരിലൊരാൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന മനോജിനെ ആദരിക്കുന്നു എന്ന് അറിഞ്ഞതിലും വലിയ സന്തോഷം. എന്തായാലും സവാക്കിന് ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച സവാക്കിന് പ്രത്യേകം എൻ്റെ നിറഞ്ഞ ആശംസകൾ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഞങ്ങൾ കാണിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ നിന്ന് കൂടെ സംഗീതജ്ഞർ വന്നുകൊണ്ട് സംഗീതം പഠിപ്പിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉസ്താദ് മങ്കേഷ്കർ റാവു, കാസർഗോഡ് ഉസ്താദ്, ബിച്ചാമുക്ക ഇവരൊക്കെ വന്നിട്ട് തിരൂരിൽ താൻ പഠിച്ചിട്ട് ആ കാലഘട്ടത്തിലാണ് തിരൂരിൽ സംഗീതത്തിൻ്റെ പ്രാപ്തി ഉദയം ചെയ്തു വന്നത്. ഉസ്താദ് വിൻസെൻ്റ് മാസ്റ്ററും ഷാബായിയും അബ്ദുറഹ്മാനും ഒക്കെ അതിന് ശേഷം രംഗത്ത് വന്നിട്ടുള്ളവരാണ്. ഉസ്താദ് വിൻസെൻ്റ് മാസ്റ്ററാണ് ഇവിടെ ഈ ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ തലമുറകളുടെ സംഗീത സംസ്കാരം പ്രദാനം ചെയ്തിട്ടുള്ള മാൻ വ്യക്തി. അതേപോലെ കർണാടക സംഗീതത്തിൽ നമ്മുടെ ഉസ്താദ് വാസുദേവ പണിക്കർ ലളിതകലാ സമിതിയിൽ. അങ്ങനെ ഉസ്താദ് വിൻസെൻ്റ് മാസ്റ്ററുടെ ശിഷ്യന്മാരായിട്ടുള്ള ഉസ്താദ് ഷാഹിർ, പൊട്ടച്ചോർ അബ്ദുറഹ്മാനും, വൃക്ഷം മൊയ്തീൻകുട്ടി, അങ്ങനെ നിരവധി പേരുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച സമർത്ഥനായ ഒരു കലാകാരനായിരുന്നു പൊതുവയിൽ പുതിയ മാളിയേക്കൽ യൂനസ്. ഒരു രാജകുടുംബത്തിൽ ജനിച്ച ആളാണ്. തിരൂരിലെ കിരീടം വെക്കാത്ത രാജാവുണ്ടായിരുന്നു, പുതിയങ്ങാടി ആലിക്കുട്ടി സാഹിബ്. ഈ ആലിക്കുട്ടി സാഹിബിൻ്റെ മകനാണ് യൂനസ്. ആലിക്കുട്ടി സാഹിബിൻ്റെ അനിയനാണ് ഷാബായി. ഷാബായിൻ്റെ മകനാണ് ഇരിക്കണം നൗഷാദ്. അറിയാമെല്ലാവരും. ഹിന്ദുസ്ഥാനി ഡാൻസ് പഠിക്കുകയാണ് ഞാനിവിടെ. പിന്നെ നമ്മുടെ മനോജ് കുമാറിൻ്റെ പ്രശസ്തി പത്രമാണ് വായിക്കുന്നത്. തുടങ്ങാൻ സത്യത്തിൽ കാരണക്കാരനായ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷ് ബാബു എന്ന് പറയുന്ന ഷാ ഉസ്താദിൻ്റെ മകനാണ്. അദ്ദേഹം നമ്മുടെ ഡോക്ടർക്ക് കീബോർഡ് പഠിപ്പിക്കുന്ന സമയത്ത് ആണ് ഈ ടീം അവരുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെ ബാബുക്ക ആണ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെയാണ് ക്ലാസ് എടുത്തിരുന്ന ആളാണ് യൂനസ് ഉസ്താദ്. അതിൽ ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. അപ്പൊ ഞാനതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എനിക്കും ചെല്ലിയതും കാര്യങ്ങളും മനസ്സിലാവും. മറ്റത് ഞാൻ സ്വന്തം പഠിക്കാം. എൻ്റെ അവിടെ വേറൊരാൾ കാൽമടത്തിൽ മാറ്റി. വിസ്മയിനെ പറ്റി പറയാൻ കുറേ പറയാനുണ്ട്. കാരണം അത്രയും ഞങ്ങൾ നന്നായിട്ട് കുറേ കലാരംഗത്ത് പ്രവർത്തിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ രണ്ടുപാട്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരും നമുക്ക്
അദ്ദേഹത്തെ പറ്റി ഓർക്കാനുള്ളത് ഒരു ശുദ്ധ മനസ്സുള്ള സ്നേഹമുള്ള സെറ്റ് മാസ്റ്റർ എന്ന് പറയും. അങ്ങനെ ആത്മാർത്ഥമായി പറഞ്ഞിട്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ അദ്ദേഹത്തിനെ പറ്റി 2 വാക്കുകൾ പറയാൻ സാധിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു. നമുക്കറിയാം, ഇന്ന് നമുക്കൊക്കെ പ്രിയങ്കരനായ മലപ്പുറം ജില്ലയിലെ കേരളത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന നമ്മളോടൊക്കെ ഉസ്താദായ യൂനുസ് ഉസ്താദിൻ്റെ സ്മരണയാണ്. അദ്ദേഹത്തെ പറ്റി ഓർക്കുകയാണ്. ഇതിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ നമ്മൾ ഓർക്കണമെങ്കിൽ ആ മനുഷ്യന് ജീവിതകാലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്ത് അതല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ ആ ആൾക്കുണ്ടാകുന്ന ചില ഗുണങ്ങൾ അതല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ. സാധാരണ ഹാർമോണിയത്തിൽ നമ്മളൊക്കെ ക്ലബ്ബ് കയറി ചെല്ലുമ്പോൾ ഒരു യമനോ ഒരു സിന്ധുഭൈരവിയോ ഒരു ദർബായിയോ ഇതൊക്കെയാണ് ക്ലബ്ബ് രാഗങ്ങൾ എന്നതിനൊക്കെയാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് പറഞ്ഞിരുന്നത്. യമനും സിന്ധുഭൈരവിയും ദർബാരിയും ക്ലബ്ബ് രാഗങ്ങളാണ് തിരൂരിനെ സംബന്ധിച്ച്. ഇന്ന് ആ സംസ്കാരമില്ലാത്തതുകൊണ്ട് നമ്മൾക്കത് അറിയായികയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ക്ലബ്ബ് രാഗങ്ങൾ, ആ രാഗങ്ങൾ വലിയ രാഗങ്ങളാണ്, പക്ഷെ ഇതിനെ ക്ലബ്ബ് രാഗങ്ങൾ എന്ന് വിളിക്കുന്നത് അറിയുന്നവനും അറിയാത്തവനും കൈയോടിക്കുന്ന എന്ന് പറയും. അറിയുന്നവൻ വായിക്കുന്നത് കണ്ട് വാതിൽക്കലോ ജനൽക്കലോ മാറി നിന്ന ശിഷ്യഗണങ്ങൾ പിറ്റേ ദിവസം ആ കട്ടകൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു കൈയോടിക്കലുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. ഒരുപാട് പേരുകൾ പറയാനുണ്ട് അങ്ങനെ വായിച്ചവരുടെ. പക്ഷെ അവരൊക്കെ വലിയ മനസ്സുള്ളവരായിരുന്നു നമ്മൾ പറയുന്നത്. ഉസ്താദ് മാഷിനെ അനുസ്മരിക്കാൻ ഇവിടെ അവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കരുതുന്നത്. അത്ര വലിയ കലാകാരനാണ് അദ്ദേഹം. ഒരുപാട് ശിഷ്യന്മാരെ വളർത്തിയെടുത്ത ജില്ലയാണ് മലപ്പുറം. ഈ ജില്ലയിലും അദ്ദേഹത്തിന് അതിൻ്റെ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വളരെയധികം കലാപ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. സവാക്കിനെ പോലുള്ള സാധാരണ അത് മുൻകൈയെടുത്ത് വളരെ നമുക്കൊക്കെ വരാനുള്ള കാര്യം. യൂനുസിനെ പറ്റി പറയുമ്പോൾ ചെറുപ്പത്തിൽ അത് ഞാൻ ഒരു 63-62 കാലഘട്ടത്തിൽ ഷാബായിൻ്റെ അവിടെ പോയിട്ട് ആ മാളികപ്പുറത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി വന്നടുത്ത് തന്നെ വന്നില്ല നിൽക്കും വായിക്കണേ കേട്ടിട്ട്. ആ കുട്ടിയാണ് പ്രശസ്തനായ കലാകാരനായി മാറിയത്. അന്ന് ആദ്യമായിട്ട് കോഴിക്കോട് ടൗൺ ഹാളിലൊരു പരിപാടിക്കാണ് ഞാൻ. അന്ന് ന്യൂസൊക്കെ വായിക്കുന്നത് എക്കോഡിയാണ്. അന്ന് ഹിന്ദി പാടുന്ന ഹൈദരാബാദ് പലർക്കും അദ്ദേഹത്തെ അറിയില്ല, മരണപ്പെട്ടു പോയി. അന്ന് ഒരു മകനെ പോലെയാണ് ശരിക്ക് സംസ്ഥാനത്തെ കൊണ്ടുവരുന്നത്. അത്ര ചെറുതാണ്, 8-9 വയസ്സുണ്ടെന്ന് ചെറുത് പ്രായമില്ല. ആദ്യമായി ഞാൻ പാടുന്ന സമയത്ത് അത് മ്യൂസിക്കിൻ്റെ പ്രിയ സ്ഥാപകർ പറയുന്നത് അവരെ ഇതിന് ആദ്യമായി പാടാൻ ഭാഗ്യമുണ്ടായ വ്യക്തിയാണ് ഞാൻ. ജില്ലയിൽ അറിയപ്പെടുന്നൊരു കലാകാരനാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു ഉസ്താദാണ്. നമ്മളെവിടെ ചെന്നാലും ഇവർ പഠിപ്പിക്കാത്തൊരു കുട്ടികൾ കണ്ടിട്ടില്ല. ഈ വേദിയിൽ തന്നെ ഇന്നിരിക്ക് വന്നിരിക്കാനും അദ്ദേഹം കാരണമാണ്. ഇത്രയും ആളുകൾ കലാകാരന്മാരെ കാണാനും പരിചയപ്പെടാനും മൂപ്പരൊരു കാരണമാണ്. മൂപ്പരെ പരിചയത്തിൽ ഒരുപാട് കലാകാരികളെ നമ്മൾ ചിത്രം സുജാത, അവരുടെ മകള്, ഒരു പല കലാകാരന്മാർ, നമ്മൾ അർജുന മാഷ്, ഇവരൊക്കെ ഞാൻ നേരിൽ കണ്ട്. പിന്നെ വാസുദേവൻ നായർ, എല്ലാവരും ഒരുപാട് കണ്ട് സന്തോഷമായി. ഉസ്താദിന്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ആരാധകരും ഒരുക്കിയ സ്വരരാഗാലയം സംഗീതാർച്ചനയിൽ സുന്ദർ തിരൂർ, ഷബീർ അലി കെട്ടി, ഹംസ തവനൂർ, യൂസഫ് താനൂർ, റീന തൃക്കണ്ടിയൂർ, റഷീദ് ഉണ്ണിയാൽ, ബാബു കേപുരം, ഹരിദാസ്, നൌഷാദ് ചെമ്പ്ര, ബഷീർ, ശശി പെരുവഴിയമ്പലം, രാജു ഗിറ്റാർ, ഫൈസൽ ഇരിങ്ങാവൂർ, മുഹമ്മദ് ആലിങ്ങൽ, സുഹറാബി പി, റുക്കിയ, രമേശ് ശ്രീധർ, രമേശ് ചെങ്ങനാശ്ശേരി, താജുദ്ദീൻ മങ്ങാട്, യാഹു നിറമരുദൂർ, CKM ഹാഷിം, ഖാലിദ് താനൂർ, ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട് തുടങ്ങി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ 50-ലേറെ കലാകാരന്മാർ ഗാനങ്ങൾ ആലപിച്ചും ഉപകരണ സംഗീത വാദനത്തിലൂടെയും സംഗീതാചാര്യന് സ്മരണാഞ്ജലി അർപ്പിച്ചു.